Let's talk about books like Atomic Habits. നിങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടായിരിക്കും. അറ്റോമിക് ഹാബിറ്റ്സ്, 12 Rules for Your Life, തിങ്കിങ് ഫാസ്റ്റ്, റിച്ച് ഡാഡ്, പുവർ ഡാഡ്, ഇങ്ങനെയുള്ള പല പുസ്തകങ്ങൾ. We call them as self-help books. I'm not a fan of self-help books. ബേസിക്കലി പുസ്തകങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? വെളുപ്പിനെ എണീക്കുക, റൂം ക്ലീൻ ചെയ്യുക, തിങ്ക് പോസിറ്റീവ്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഈ കയോട്ടിക് ആയിട്ടുള്ള ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കുറുക്കുവഴികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. But here's something that these books never mention. What if the system is the one that is broken? നിങ്ങൾ ജീവിക്കുന്ന എക്കോണമി നിരന്തരം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കാനും നിരന്തരം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനും റെസ്റ്റ് ഇല്ലാതെ നിരന്തരം പണിയെടുക്കാനുമാണ് പ്രേരിപ്പിക്കുന്നതെങ്കിലോ, ഇത് കാരണമാണ് നിങ്ങൾ ടെൻസ്ഡും ആങ്ഷ്യസും ടയേർഡും ആവുന്നതെങ്കിലോ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ പുസ്തകം പറയാറില്ല. ഒരു വ്യക്തി 10-12 മണിക്കൂർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വാടക കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് നിന്റെ ഹാബിറ്റ്സ് കാരണമാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരുതരം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ല. ഇത്തരം പുസ്തകങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം ഒപ്റ്റിമൈസ് ചെയ്യപ്പെടണം എന്ന സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ഇത്തരം ബുക്കുകൾ നിങ്ങളോട് പറയുന്നത് ലോകം നന്നാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ജീവിതം നന്നാക്കണമെന്നാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ജീവിതം മോശമാകുന്നത് ഈ ലോകം ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് ഈ പുസ്തകങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ പറ്റാത്തതും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതൊന്നും ഈ സൊസൈറ്റി കാരണമല്ല, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യാത്തതും ജേണൽ എഴുതാത്തതും കൊണ്ടാണ് എന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ബേസിക്കലി ലോങ് വർക്ക് അവേഴ്സും സ്ട്രെസ്സും സോഷ്യൽ ഏലിയനേഷനും എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഫെയിലിയർ ആണ് എന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. പക്ഷേ ഈ പുസ്തകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലിയനേഷൻ നേരിടുന്ന ആളുകൾക്ക് ഇത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കഥ ഈ ബുക്കുകൾ സെല് ചെയ്യുന്നുണ്ട്. ഈ ബ്രോക്കൺ സിസ്റ്റത്തോടെ എങ്ങനെ കോപ്പപ്പ് ചെയ്യണമെന്നാണ് ഈ പുസ്തകങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നമുക്ക് മാറി ചിന്തിക്കേണ്ട സമയമായില്ലേ? സെൽഫ് ഹെൽപ്പ് ആണോ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് സോഷ്യൽ ഹെൽപ്പ് അല്ലേ? ഷോർട്ടർ വർക്ക് അവേഴ്സ്, അഫോർഡബിൾ ഹൗസിംഗ്, പബ്ലിക് മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രോങ്ങർ കമ്മ്യൂണിറ്റീസ്, ഇതല്ലേ നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ടൈം ഇത്തരം പുസ്തകങ്ങൾ നിങ്ങളോട് നിങ്ങളെ തന്നെ ഫിക്സ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത് ഇത്തരം കഥകൾ വിശ്വസിക്കുന്നതുകൊണ്ട് ഗുണമാർക്കാം നിങ്ങൾക്കാണോ അത് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്കാണ്. മോസ്റ്റ് റാഡിക്കൽ സെൽഫ് ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തിരിച്ചറിവാണ്. നിങ്ങളല്ല പ്രശ്നം, സിസ്റ്റമാണ് എന്നതാണ്.